Shortmore Junction passenger will leave at right time 5 hours 30 minutes from. അപ്പോൾ മക്കളെ ഇന്ന് നേരെ 5:30 മണിയായിട്ടുള്ളൂ. അപ്പത്തിന് ഞാൻ നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എല്ലാവരും പോരി, കാണാത്തവരുണ്ടെങ്കിലൊക്കെ കാണാൻ നല്ല അടിപൊളി സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ ചായ വേണ്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. ആദ്യം ഷൊർണൂരിലാണ് കയറിയത്. ഷൊർണൂരിൽ നിന്ന് പിന്നെ പാലക്കാട്ടേക്ക് കയറി. പാലക്കാട്ടിൽ നിന്ന് ഞങ്ങളവിടെ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പൊറോട്ട വാങ്ങി. പിന്നെ മോളും കുഞ്ഞാണിയാക്കി ഉണ്ടായിരുന്നു. അവർക്ക് മസാല ദോശ മതി എന്ന് പറഞ്ഞിട്ട് അവർ മസാല ദോശയും വാങ്ങി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോണത്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ മലമ്പുഴ ഫാൻറ്റസി പാർക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ കാണാത്തവരൊക്കെ വന്നോളൂ. ഇവിടെ ജനങ്ങളുടെ ഒരു പ്രളയമാണ്. ജനങ്ങളിങ്ങനെ വന്ന് ഇരച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് അടിച്ച് പൊളിക്കാൻ കുറഞ്ഞ പൈസക്ക് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും 10-50ഓളം ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പൂളും കാര്യങ്ങളും ഉണ്ട്, റൈഡർ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല. അതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ കോസ്റ്റ്യൂം ഷോപ്പ് ഉണ്ട്. നമുക്ക് വെള്ളത്തിൽ ചാടാൻ ഇവിടുന്ന് തന്നെ ഡ്രസ്സ് കിട്ടും. നല്ല ഡ്രസ്സ്, വില കുറഞ്ഞ ഡ്രസ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും ഇവിടെ വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ട് കേട്ടോ. കാര്യമായിട്ട് ഇവിടെ പൂളാണ്. പിന്നെ നമുക്ക് ഇവിടെ മഴ പെയ്യിപ്പിച്ചൊക്കെ തരും. അപ്പോൾ അവിടെ നിന്ന് കളിക്കാനും കുളിക്കാനും നല്ല പാട്ടൊക്കെ ഇട്ട് തരും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, കാണിച്ചു തരാം. അപ്പോൾ മലമ്പുഴയാണ് കേട്ടോ ഈ ഒരു സംഭവം വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒറ്റ തവണ ഞാൻ വന്നപ്പോഴേ ഇത് കണ്ടപ്പോഴേ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമാണ് ഇവിടെ കാണാൻ. പിന്നെ ഇതിൽ ഞാനൊരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം ഇതിൽ ഒരു പിന്നെ ഭൂതത്തിനെ പ്രേതത്തിനെ കണ്ട് പേടിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയപ്പോൾ എനിക്ക് ഇരുട്ടായതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അതും ഉണ്ട് ഇവിടെ, നല്ല രസമാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊരു ടിക്കറ്റാണ്. ഇത് കടലാണ്. ഇതിൽ കടലിൽ തിരമാല വരാൻ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ രാവിലെ എത്തിയതുകൊണ്ട് തന്നെ ആൾക്കാർ എത്തി തുടങ്ങണേ ഉള്ളൂ. അതുകൊണ്ട് രാവിലത്തെ ഒരു വൈബാണ് കേട്ടോ ഇത് മൊത്തത്തിൽ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് ഇഷ്ടം പോലെ ആൾക്കാർ വരാൻ തുടങ്ങും. അപ്പോൾ കാണട്ടത്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ എന്താണെന്ന് പറയുക, വെള്ളത്തിലേക്ക് ചാടാനാണ്. ഇതിലേക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. പിന്നെ ഇതൊരു സംഭവമാണ് കേട്ടോ. ഇതിൽ നമുക്ക് താറാവിൻ്റെ ഉള്ളിലിരുന്ന് അങ്ങനെ പോവാം. പിന്നെ ഏക്കർ കണക്കിനാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഭൂതത്തിനെ കാണാനായിട്ടുള്ള സ്ഥലം കേട്ടോ, റൂം. അതിൻ്റെ ഉള്ളിൽ പോയാൽ ഭയങ്കര രസമാണ്. പിന്നെ ഇതുപോലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാത്തും നമുക്ക് ഒരൊറ്റ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് വൈകുന്നേരം വരെ ആ ഒരു ടിക്കറ്റും കൊണ്ട് ഇവിടെ നടന്നാലും ഒന്നും ഫുള്ള് നമ്മൾ കയറി കഴിഞ്ഞ് തീർന്ന് കിട്ടൂല കേട്ടോ. അത്രയും ആക്ടിവിറ്റീസ് ഉള്ളൊരു പാർക്കാണിത്. നമ്മുടെ കേരളത്തിലെ ബെസ്റ്റ് പാർക്ക് എന്ന് തന്നെ പറയട്ടോ ഈ ഒരു ഫാൻറ്റസി പാർക്ക്. അത്രയും ബെസ്റ്റ് പാർക്കാണ്. കാരണം ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് എനിക്കിതൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഞാൻ ഒരുപാട് വീഡിയോസുകൾ പാർക്കിൻ്റെയും റിസോർട്ടിൻ്റെയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു പാർക്കിൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ എങ്ങോട്ടേലും ടൂർ പോവുകയാണെങ്കിലൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ട് സ്കൂൾ കുട്ടികൾക്കും അങ്കണവാടി കുട്ടികൾക്കും ഒക്കെ ഇവിടെ ടിക്കറ്റിൽ ഇളവുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുട്ടികൾക്ക് നല്ല തോട്ടിലിരുന്ന് പുഴയിലിരുന്ന് കടലിൽ കൂടെ തോണി പോകും പോലെ. പിന്നെ എന്താ ശരിക്കും കടലാണ് തോന്നിക്കും. തിരമാലകൾ, ഇതിൽ കുളിക്കാൻ, ആ വെള്ളത്തിൻ്റെ ഓളം വെട്ടലൊക്കെ നല്ല അടിപൊളിയാണ്. ജനങ്ങളെന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനങ്ങളുണ്ടായിരുന്നു. ഇക്കണ്ട ജനങ്ങൾക്കൊക്കെ അവിടെ ഫുഡ് ഉണ്ട് കേട്ടോ. ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി ഉണ്ട്, ചോറ് വേണ്ടവർക്ക് ചോറുണ്ട്, ചിക്കൻ പൊരിച്ചത്, ബീഫ്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും നല്ല സെറ്റപ്പോട് കൂടിയിട്ടുള്ളൊരു പാർക്കാണ്. എന്നാലോ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ ഇവിടെ. ഒരുപാട് പൈസയൊന്നുമില്ല. ഒരു ടിക്കറ്റ് എടുത്തതിൻ്റെ ഉള്ളിൽ കയറി ഇതിലുള്ള മുഴുവൻ ആക്ടിവിറ്റീസിൽ നമുക്ക് കയറി ഇറങ്ങാന്നുള്ളതാണ് മക്കൾക്കും. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് മക്കളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ നമ്മൾ ഇവിടെ തന്നെയാണ് വരേണ്ടത്. വേറെ എവിടെ നമ്മൾ പോകേണ്ടത്? നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പാലക്കാട് എന്ന് പറയുന്ന ഈ മലമ്പുഴ ഫാൻറ്റസി പാർക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോന്നോളി. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് എല്ലാത്തിലും കൂടെ ഒന്നും കയറാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പത്തിന് നേരെ ഒരുപാടായി.
അപ്പോൾ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് ടൂറൊക്കെ പോകുമല്ലോ, വയനാട് അവിടെ ഇവിടെയൊക്കെ പോകുമല്ലോ. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ള പാർക്കിൽ വരണം കേട്ടോ. നമുക്ക് ഒരുപാട് നേരം, പിന്നെ നല്ല തണുത്ത കാറ്റാണ്, നല്ല തണുത്ത സ്ഥലമുണ്ട്. ഇത് കണ്ടോ, കുട്ടികൾക്ക് ചാടി കളിക്കാൻ നല്ല രസമാണ് കേട്ടോ. മക്കൾക്ക് ഇതിന്ന് മക്കൾ ഇറങ്ങി പോരൂല, അത്രയും ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് ഇത് പിന്നെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ഈ ഒരു സംഭവം എന്നുണ്ടെങ്കിലോ തമ്പുരാൻ ഇതിലൊന്ന് കയറി നോക്കണം കേട്ടോ. ഇതിൽ കയറി നമ്മുടെ കണ്ണൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും, കാരണം എനിക്ക് പേടിയാണ്. പിന്നെ അതാ മക്കൾക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ കറക്കി പോവാൻ ബോട്ട്, ഈ ഒരു സാധനത്തിൽ, പിന്നെ തീവണ്ടി, അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ മുഴുവനൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അത്ര ഇതിലുണ്ട് കേട്ടോ. പിന്നെ മുതിർന്നവർക്കുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം. ആഹാ, എന്താണെന്നറിയാം, അടിപൊളിയാണ് കേട്ടോ ഇത് എൻജോയ് ചെയ്യാൻ. പിന്നെ എന്താ, കുട്ടികൾക്കാണ് ഇഷ്ടം പോലെ കണ്ടോ കുതിരമ്മ പോവാം. ഇതിപ്പോൾ കുറച്ച് വലിയ കുട്ടികൾക്ക് കേട്ടോ, കുഞ്ഞു മക്കൾ ഇതിൽ ഇരുത്താൻ പറ്റില്ല, ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതും അടിപൊളിയാണ്. പിന്നെ കണ്ടോ, ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓരോ കുട്ടികൾ ഇങ്ങനെ വരും കേട്ടോ, അവിടെ മുകളിൽ കയറിയിട്ട്. അപ്പോൾ കുറച്ച് പേടിയില്ലാത്ത കുട്ടികൾ ഇതിൽ വരും കേട്ടോ. എമ്മിക്കുട്ടനൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എമ്മിക്കുട്ടനൊന്നും ഇതിൽ വന്നില്ല. അപ്പോൾ ഇതിൽ കയറിപ്പോയിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് വന്നാൽ മതി. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള പാർക്കുകളിലൊക്കെ പോകാൻ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പോകേണ്ടവരൊക്കെ ഇവിടെ പോകട്ടെ, പോകാത്തവരുണ്ടെങ്കിൽ കേട്ടോ, പോയവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ഭയങ്കര തിരക്കേന്ന് കേട്ടോ. ഇഷ്ടം പോലെ ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും, ആരും ഭക്ഷണമൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അങ്കണവാടിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഒക്കെ നല്ല ഇളവുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇവിടെ ഭക്ഷണത്തിനും ടിക്കറ്റിനും ഒക്കെ. അപ്പം മറക്കണ്ട, എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയുണ്ട്. ആഹാ, ഇവിടെ വന്ന് കാണുന്നേ വേണം കേട്ടോ. പിന്നെ കുറേ സമയം പിന്നെ ഇതിൽ ഈ പൂളിൽ ഇങ്ങനെ കിടക്കാനും ഇരിക്കാനും ഒക്കെ തോന്നും. ഈ നമ്മളെ നാടിൻ്റെ പോലെ തോടും പുഴയൊന്നും ഇല്ലാത്ത നാടുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് വല്ലാത്തൊരു അതിർപ്പായിരിക്കും കേട്ടോ, വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, കാണേണ്ടവരൊക്കെ ഇത് കാണട്ടെ, ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിക്കട്ടെ കേട്ടോ. നമ്മുടെ ഫാൻസി പാർക്കിൽ ഇപ്പം കണ്ടവിടെ മഴ പെയ്യുന്നു, അവിടെ നല്ല പാട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കോപ്പിറൈറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് അത് ഡിലീറ്റാക്കിയിട്ട് ആ പാട്ടിനനുസരിച്ച് എല്ലാവരും നൃത്തം ചെയ്യാനുണ്ട്. ഞാനത് വീഡിയോ പിടിക്കരുത്, എല്ലാവരും ഡാൻസ് കളിക്കാനുള്ള പാട്ട് ഉറക്കെ വെച്ചിട്ടുണ്ട്, സൗണ്ടൊക്കെ കേട്ടോ വീട്ടുകാരെ. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് ബസ്സല്ല ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ബസ്സിനും കൂടെ പോരാനുണ്ട് കേട്ടോ. അതല്ല, നിങ്ങൾ ബസ്സൊക്കെ പിടിച്ച് പോരുകയാണെങ്കിൽ ഒന്നിച്ച് നമുക്ക് ഇവിടെ വന്നിട്ട് ഇറങ്ങിയാൽ മതി. വണ്ടികൾ ആൾട്ടാക്കാനൊക്കെ ഇവിടെ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ളൊരു പാർക്ക് തന്നെയാണ് കേട്ടോ ഈ ഫാൻറ്റസി പാർക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സംഭവത്തിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ, ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ല, 19ഓളം ആക്ടിവിറ്റീസ് ഉള്ളൊരു പാർക്കാണ്. ഇതുപോലൊരു പാർക്ക് കേരളത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇതുപോലുള്ള വേറെ വീഡിയോയുമായിട്ടൊക്കെ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. നമ്മുടെ ഈ പാർക്കിലേക്ക് മാക്സിമം ആൾക്കാരെ നിങ്ങൾ പറഞ്ഞു വിടണം. എല്ലാവർക്കും ഇതറിയില്ല, അപ്പോൾ അത് വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ഇത് വരും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.